നാസ. 54 വർഷത്തിന് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് കുതിക്കുന്ന ആർട്ടിമസ് 2 ദൗത്യം പുലർച്ചെ 3:54 നടക്കും. റോക്കറ്റിൽ ക്രയോജനിക് ഇന്ധനം നിറച്ചു കഴിഞ്ഞു. 4 ബഹിരാകാശ സഞ്ചാരികളുമായി കുതിക്കുന്ന പേടകം ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് മടങ്ങും. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുന്നു. ഫൈസൽ, ആ കാഴ്ച കാണാൻ അത്യാകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആ കൗണ്ട് ഡൗണിന് ബാക്കിയുള്ളത്. ആര്യ, അശ്വതി, 4 മണിക്കൂറും 49 മിനിറ്റും കൃത്യം പറഞ്ഞാൽ അത്രയും സമയം മാത്രമാണ് ഒരു ചരിത്രം കുറിക്കുന്നതിന്, ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ലോകത്തിന് മുന്നിലുള്ളത്. നാളെ പുലരുമ്പോൾ ആ ഒരു ദൗത്യം പൂർത്തീകരിച്ചതിൻ്റെ, അതിൻ്റെ തുടക്കമിട്ടതിൻ്റെ വാർത്തയാകും നമ്മളെ കാത്തിരിക്കുക. എന്തായാലും 54 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്രയാകുന്നു എന്നുള്ളത് തന്നെയാണ് ലോകത്തെ ഇത്രയധികം ആകാംക്ഷയുടെയും അതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെയും മുൾമുനയിൽ നിർത്തുന്നത്. ദൗത്യത്തിന്, ആർടെമിസ് 2-ൻ്റെ ദൗത്യത്തിന് പൂർണ്ണ സജ്ജമായിരിക്കുന്നു നാസ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ റോക്കറ്റിൽ ക്രയോജനിക് ഇന്ധനം നിറയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ അതിൻ്റെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിക്ഷേപണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സമയം പുലർച്ചെ 3:54-നാണ്. 322 അടി, അതായത് ഏതാണ്ട് 98 മീറ്ററോളം ഉയരമുള്ള വമ്പൻ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി, ചരിത്ര ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. 4 ബഹിരാകാശ യാത്രികരാണ് നാസയുടെ ഈ ചരിത്രപരമായ ദൗത്യത്തിലുള്ളത്. ചന്ദ്രനെ വലം വയ്ക്കാനായി അവർ പോകുന്നത്. നാസയുടെ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നീ 4 പേരാണ് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ എല്ലാവരുടെയും പ്രതീക്ഷകളുമായി കുതിക്കാൻ ഒരുങ്ങുന്നത്. 10 ദിവസമാണ് ഈ ദൗത്യത്തിൽ ആകെയുള്ളത്. അതിൽ 5 ദിവസം അവർക്ക് യാത്രയ്ക്കും മറ്റുമായി പോകും. ബാക്കിയുള്ള 5 ദിവസം അവർ ചന്ദ്രനെ വലം വയ്ക്കുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദൗത്യത്തിൽ നമുക്കറിയാം 1972 അപ്പോളോ ദൗത്യം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അക്കാര്യത്തെക്കുറിച്ച്. ആ ദൗത്യം ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലെ, മനുഷ്യൻ്റെ ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തിലെ ഏറ്റവും തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ്. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ, പക്ഷേ അന്ന് ചന്ദ്രനിൽ കാലുകുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ അതിന് ചെറിയ മാറ്റമുണ്ട് എന്നുള്ളതാണ്. ചന്ദ്രനിൽ നേരിട്ട് ഇറങ്ങുന്നില്ല ഇത്തവണത്തെ ഒറിയോൺ പേടകം. അത് 5 ദിവസം വലം വയ്ക്കുകയാണ് ചെയ്യുക. ഉപഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തി അത് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചിറങ്ങുന്ന രീതിയിലാണ് ഈ ദൗത്യം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ ഇന്ന് വരെ ചന്ദ്രനിൽ കണ്ടിട്ടില്ലാത്ത ഭാഗങ്ങൾ അത് അനാവരണം ചെയ്യാൻ ഈ സഞ്ചാരികൾക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് അടുത്ത ദൗത്യത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ യാത്ര എന്നുള്ളതാണ്. ആർടെമിസ് 3 അത് 2028 സാധ്യമാകുമെന്നാണ് നാസ വിശ്വസിക്കുന്നത്. അന്ന് ഒരിക്കൽ കൂടി, അതായത് 56 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി ചന്ദ്രനിൽ മനുഷ്യനിറങ്ങുന്ന ഒരു ചരിത്ര നിമിഷമുണ്ടാകും. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാൽവെപ്പ് എന്ന് ഇതിനെ പറയാം. ആർടെമിസ് 1 വൻ വിജയമായിരുന്നു. അന്ന് മനുഷ്യനില്ലാത്തൊരു ദൗത്യമായിരുന്നു. ഇപ്പോൾ 2-ലെത്തുമ്പോൾ അവിടെ മനുഷ്യനുണ്ട്. പക്ഷേ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. അവർ വലം വെച്ച് ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷം തിരിച്ചു വരുന്നു. 2028 എത്തുമ്പോൾ ആർടെമിസ് 3-യിലൂടെ ഒരിക്കൽ കൂടി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുമെന്നുള്ളതാണ്. ഇതോടുകൂടി ലോകം മറ്റൊരു തരത്തിലുള്ള ബഹിരാകാശ ദൗത്യത്തിൽ, മറ്റൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഈ ചന്ദ്രയാത്ര ദൗത്യത്തോടു കൂടി വരുന്നത്. കാരണം ചൈന കൂടി ഈ യുദ്ധത്തിലേക്ക്, ഈ ഒരു ബഹിരാകാശ യുദ്ധത്തിലേക്ക് വരുന്നുണ്ട്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമെന്ന് ചൈന നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ശീതയുദ്ധ കാലത്താണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അന്ന് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ചാന്ദ്ര ദൗത്യം. പക്ഷേ ഇത്തവണ അത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് വഴിയൊരുക്കുമോ എന്നുള്ളതാണ്. ഈ ആർടെമിസ് 2 ദൗത്യം അല്ലെങ്കിൽ 3 ദൗത്യത്തിന് തൊട്ട് പിന്നാലെ തന്നെ ചൈനയുടെ ദൗത്യം വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും നാളെ ഒരു വലിയ ദൗത്യം, ഒരു ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷിയാകാനിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാസ അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ 4 സഞ്ചാരികളുടെയും തയ്യാറെടുപ്പും അവർ റോക്കറ്റിലേക്ക് അതിൻ്റെ ഇന്ധനം നിറക്കുന്നതും എല്ലാം ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഓരോ തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഓരോരുത്തർക്കും, ആ 4 പേർക്കും അവരുടേതായ പ്രത്യേകതകളുമുണ്ട്. ഫൈസൽ ഹംസയാണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും റോക്കറ്റിൽ ക്രയോജനിക് ഇന്ധനം നിറച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചരിത്ര ദൗത്യത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ പുലരുമ്പോൾ ഒരു വിജയകരമായ വാർത്തയോടെ, നല്ല ശുഭവാർത്തയോടെ നമുക്ക് തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു.